Good morning all. ഇന്ന് നമ്മൾ മൊഡ്യൂൾ നമ്പർ 2ൻ്റെ പാർട്ട് 6 വീഡിയോ ആണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ 3 ചാപ്റ്റർ ആണുള്ളത്. ആദ്യത്തേത് ആസിഡ്സ് ആൻഡ് ബേസസ് ആയിരുന്നു, രണ്ടാമത്തേത് അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ ആയിരുന്നു, മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വോളിയോമെട്രിക് അനാലിസിസ്. ഈ ചാപ്റ്ററിലെ മൊഡ്യൂളിലെ മൂന്നാമത്തെ ചാപ്റ്റർ വോളിയോമെട്രിക് അനാലിസിസ്. അപ്പോൾ നമുക്ക് ഈ ഒരു സെഷനിൽ ഈ വീഡിയോയിൽ നമുക്ക് വോളിയോമെട്രിക് അനാലിസിസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ, അതിനോട് കൂടെ കുറച്ച് കാര്യങ്ങൾ രണ്ട് മാർക്കിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതിനകത്തുള്ള കുറച്ച് അപ്പാരറ്റസിൻ്റെ ഇമേജസ് പരിചയപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ഒരു സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നോട്ട് എഴുതാൻ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിനകത്ത് സ്ലൈഡ് നമ്പർ 8 നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നോട്ട് എഴുതാനുണ്ടാവൂ. ബാക്കിയുള്ള ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ നോട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇതേപോലെയുള്ള ഈ ഒരു ഫിഗേഴ്സും കാര്യങ്ങളുമാണ് ആദ്യം കുറച്ചുള്ള സ്ലൈഡുകളിലുള്ളത്. സ്ലൈഡ് നമ്പർ 8 വോളിയോമെട്രിക് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം തന്നിട്ടുണ്ട്. അതുമാത്രം നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ നോട്ടായിട്ട് എഴുതി അറ്റാച്ച് ചെയ്താൽ മതി, ക്ലാസ് റൂമിൽ അറ്റാച്ച് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അത് വോളിയോമെട്രിക് അനാലിസിസ് എന്താണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ അനാലിസിസ് എന്നുള്ള വേർഡ് ആദ്യം നോക്കാം. അനാലിസിസ്. അപ്പോൾ അനാലിസിസ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് നമുക്കറിയാം. ഒരു കാര്യം അനലൈസ് ചെയ്യുക, അല്ലേ, ഒരു കാര്യം പരിശോധിക്കുക എന്നാണ് നമ്മൾ അനാലിസിസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതൊരു സംഭവം നമ്മൾ അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ് സബ്സ്റ്റൻസ്. ഒരു സാധനം നിങ്ങളെടുത്ത് തന്നിട്ടുണ്ട്, ഒരു സബ്സ്റ്റൻസ് നിങ്ങളെടുത്ത് തന്നിട്ടുണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കാം. അതിലെന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കുക. അതിൻ്റെ ഉള്ളിലുള്ള ഓരോന്നും എത്ര അളവ് വീതമുണ്ട്, എത്ര ക്വാണ്ടിറ്റി വീതമുണ്ടെന്ന് കണ്ടുപിടിക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അനാലിസിസ് എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു കെമിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അനാലിസിസ് എന്നുള്ള വാക്കിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു കെമിസ്റ്റിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ ഒരു സബ്സ്റ്റൻസിൻ്റെ അനാലിസിസ് ആണ്. അതിന് എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, എന്താണ് അതിലടങ്ങിയിരിക്കുന്നത്, ഇതൊക്കെ കണ്ടുപിടിക്കുകയാണ് പലവിധ റിയാക്ഷൻസ് ഉപയോഗിച്ച്. അപ്പോൾ അനാലിസിസിനെ പ്രധാനമായിട്ടും നമുക്ക് 2 തരം അനാലിസിസ് ആയിട്ട് തിരിക്കാം. ആദ്യത്തെ അനാലിസിസ് ആണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, രണ്ടാമത്തെ അനാലിസിസ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ഇങ്ങനെ പ്രധാനമായിട്ടും 2 തരം അനാലിസിസ് ആണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ്, ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിനെ ക്വാളിറ്റേറ്റീവായിട്ട് അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം അതിനകത്ത് എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്, എന്തൊക്കെ സബ്സ്റ്റൻസ് ആണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്, വാട്ട് ഈസ് ദ കണ്ടൻറ്റ്, അതാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് കൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞ ഉദ്ദേശം അതിനെ അനലൈസ് ചെയ്യുക. എന്തിനു വേണ്ടി അനലൈസ് ചെയ്യുക, എത്രത്തോളം ക്വാണ്ടിറ്റിയാണ് അതിനകത്തുള്ള ഓരോ കമ്പോണൻറ്റും അടങ്ങിയിരിക്കുന്നത്, ഹൗ മച്ച്, എത്രത്തോളം ക്വാണ്ടിറ്റിയാണ് ആ ഒരു സബ്സ്റ്റൻസിനകത്ത് ഓരോ കമ്പോണൻറ്റും അടങ്ങിയിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുന്ന അനാലിസിസ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ഓക്കെ. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ക്വാണ്ടിറ്റിയാണ് അടങ്ങിയിരിക്കുന്നത്. ഇത് രണ്ടുമാണ് കെമിസ്ട്രിയിലെ പ്രധാനമായിട്ടും 2 തരം അനാലിസിസ്. പിന്നെ അത് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നമ്മുടെ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ല, നമുക്ക് ഇതിനകത്ത് നോക്കാനില്ല. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ ഓൾറെഡി ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഓരോ സബ്സ്റ്റൻസും ഓരോ കമ്പോണൻസും എത്ര അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കാനുള്ള അനാലിസിസ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. അപ്പോൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിലെ ഒരു മെത്തേഡ് മാത്രമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള വോളിയോമെട്രിക് അനാലിസിസ്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിലെ ഒരുപാട് മെത്തേഡ്സിൽ ഒന്ന് മാത്രമാണ് നമ്മളുടെ ഈ ഒരു വോളിയോമെട്രിക് അനാലിസിസ്. വോളിയോമെട്രിക് അനാലിസിസ് എന്താണെന്ന് നോക്കാം. പേരിൽ തന്നെയുണ്ട് എന്താണ് വോളിയോമെട്രിക് അനാലിസിസ്. വോള്യം മെഷർ ചെയ്തുകൊണ്ട്, മെട്രിക് എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണ്, മെഷർമെൻറ്റ് എന്നാണ്, അല്ലേ. വോള്യം മെട്രിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ വോള്യം മെഷർ ചെയ്തുകൊണ്ട് നടത്തുന്ന അനാലിസിസിനെ നമ്മൾ പറയുന്ന പേരാണ് വോളിയോമെട്രിക് അനാലിസിസ്. അപ്പോൾ ഈ വോളിയോമെട്രിക് അനാലിസിസിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുക, നമ്മളുടെ കയ്യിൽ 2 സൊല്യൂഷൻസ് തരും. 1 എന്നൊരു സൊല്യൂഷൻ, 2 എന്ന് പറയുന്ന വേറൊരു സൊല്യൂഷൻ. ഇങ്ങനെ 2 സൊല്യൂഷൻ നമ്മളുടെ കയ്യിൽ തരും. ഒന്നിൻ്റെ കോൺസെൻട്രേഷൻ നമുക്കറിയാം, ഒന്നിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് അറിയില്ല. ഓക്കെ. ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമുക്കറിയാം, രണ്ടാമത്തെ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഈ 2 സൊല്യൂഷൻസ് ഉപയോഗിച്ച് ഇവരെ 2 പേരെയും തമ്മിൽ റിയാക്ട് ചെയ്യിപ്പിച്ച് ഇയാളുടെ കോൺസെൻട്രേഷൻ നമുക്കറിയാം, രണ്ടാമത്തെ കോൺസെൻട്രേഷൻ നമുക്കറിയില്ല. അങ്ങനെയുള്ള 2 സൊല്യൂഷൻസിനെ തമ്മിൽ റിയാക്ട് ചെയ്യിപ്പിച്ച്
ഇക്വേഷൻ ഉപയോഗിച്ച് രണ്ടാമത്തെ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുകയാണ് വോള്യൂമെട്രിക് അനാലിസിസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, രണ്ടിൻ്റെയും കറക്റ്റ് വോള്യൂം നമുക്കറിയണം. 1 എത്ര വേണം റിയാക്ട് ചെയ്യാൻ, 2 എത്ര വേണം റിയാക്ട് ചെയ്യാൻ എന്നുള്ള വോള്യൂം നമ്മൾ കൃത്യമായിട്ട് മെഷർ ചെയ്യണം. ഒന്നിൻ്റെ കോൺസെൻട്രേഷൻ നമുക്കറിയാം. ഈ പറയുന്ന ഡാറ്റാസ് ഒക്കെ ഉപയോഗിച്ച് രണ്ടാമത്തെ സൊല്യൂഷൻ്റെ, നമുക്കറിയാത്ത സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പോകുന്ന മെത്തേഡാണ് വോള്യൂമെട്രിക് അനാലിസിസ്. ഈ പ്രോസസ്സിനെ ഇങ്ങനെ 2 സൊല്യൂഷൻ തന്നു, ഒന്നിൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, മറ്റേതിൻ്റെ കോൺസെൻട്രേഷൻ ഇവരുടെ രണ്ടുപേരുടെയും കറക്റ്റ് വോള്യൂം മെഷർ ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കുന്ന ആ റിയാക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് ടൈട്രേഷൻ. ഓക്കെ, ടൈട്രേഷൻ. ഈ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വോള്യൂമെട്രിക് അനാലിസിസ്. ഈ ക്യാരി ഔട്ട് ചെയ്യുന്ന ഈ റിയാക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് ടൈട്രേഷൻ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് 2 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുണ്ട് വോള്യൂമെട്രിക് അനാലിസിസ് എന്താ, ടൈട്രേഷൻ എന്താണെന്ന്. അത് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങളടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ 2 സൊല്യൂഷൻ തരും, ഏതെങ്കിലും 2 സൊല്യൂഷൻ, ഒന്നിൻ്റെ കോൺസെൻട്രേഷൻ തരും, ഒന്നിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. ഏതിൻ്റെ കോൺസെൻട്രേഷൻ ആണോ നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതിൻ്റെ കോൺസെൻട്രേഷൻ ആണോ നമുക്ക് അറിയുന്നത്, ആ സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. ഓക്കെ, അതുപോലെ ഏതിൻ്റെ കോൺസെൻട്രേഷൻ ആണോ നമുക്ക് അറിയാത്തത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതിൻ്റെ കോൺസെൻട്രേഷൻ ആണോ, ആ സൊല്യൂഷനെ നമ്മളിനി പറയാൻ പോകുന്നത് അൺനോൺ സൊല്യൂഷൻ എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ടൈട്രേഷൻ റിയാക്ഷനിൽ ഏതൊക്കെ തമ്മിലാണ് റിയാക്ട് ചെയ്യിപ്പിക്കുക, ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷനും ഒരു അൺനോൺ സൊല്യൂഷനും തമ്മിൽ റിയാക്ട് ചെയ്യിപ്പിച്ച് രണ്ടിൻ്റെയും കറക്റ്റ് വോള്യൂം മെഷർ ചെയ്ത് ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ഉപയോഗിച്ച് നമ്മൾ രണ്ടാമത്തെ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുകയാണ്. ആ മെത്തേഡിനെ വിളിക്കുന്ന പേര് വോള്യൂമെട്രിക് അനാലിസിസ്, ആ റിയാക്ഷനെ വിളിക്കുന്ന പേര് ടൈട്രേഷൻ. ഓക്കെ, നമ്മൾ നോർമലി ഒരു ടൈട്രേഷൻ റിയാക്ഷനിൽ 2 സൊല്യൂഷൻ എന്ന് ഞാൻ പറഞ്ഞു. ആ 2 സൊല്യൂഷൻ നോർമലി നമ്മൾ ലാബിൽ ചെയ്യുമ്പോൾ ഒരു സൊല്യൂഷൻ ആസിഡും ഒരു സൊല്യൂഷൻ ബേസുമാണ്. ഓക്കെ, നോർമലി ലാബിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു വോള്യൂമെട്രിക് അനാലിസിസ് അല്ലെങ്കിൽ ഒരു ടൈട്രേഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ ഇപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഒരു ആസിഡും ഒരു ബേസും. അപ്പോൾ ഇവരെ രണ്ടുപേരെയും തമ്മിൽ നിങ്ങൾ റിയാക്ട് ചെയ്യിപ്പിച്ച് ഏതെങ്കിലും ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ടാവും, രണ്ടാമത്തെ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് എന്ന് കരുതുക. അപ്പോൾ ആസിഡ് നമ്മളുടെ സ്റ്റാൻഡേർഡ് സൊല്യൂഷനാണ്. കാര്യം എന്താ, നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് കോൺസെൻട്രേഷൻ അറിയാം. ബേസിൻ്റെ കോൺസെൻട്രേഷനാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ പറയുന്നു ബേസാണ് നമുക്കിവിടെ ഈ ഒരു റിയാക്ഷനിൽ നമ്മുടെ അൺനോൺ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ആസിഡാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ, കാരണം ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ നമുക്കറിയാം. ബേസാണ് നമ്മുടെ അൺനോൺ സൊല്യൂഷൻ, കാരണം ബേസിൻ്റെ കോൺസെൻട്രേഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവരെ രണ്ടുപേരെയും കൂടി റിയാക്ട് ചെയ്യിപ്പിച്ചു. ഒരു ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്താൽ നിങ്ങൾക്കറിയാം ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എന്ത് സംഭവിക്കും, ന്യൂട്രലൈസേഷൻ സംഭവിക്കും അല്ലേ. ഒരു ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ന്യൂട്രലൈസേഷൻ പ്രോസസ്സ് നടക്കും. അപ്പോൾ ന്യൂട്രലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ എത്രത്തോളം ആസിഡ് ഉണ്ടോ അത്രത്തോളം തന്നെ ബേസും ഉണ്ടെന്ന് നമുക്കറിയാം. ആ ഒരു പെർട്ടിക്കുലർ ന്യൂട്രലൈസേഷൻ പോയിന്റിൽ ആസിഡിൻ്റെ ക്വാണ്ടിറ്റിക്ക് ഈക്വലൻ്റ് ആയിരിക്കും ബേസിൻ്റെ ക്വാണ്ടിറ്റി. ഓക്കെ, ലിസൺ. ന്യൂട്രലൈസേഷൻ പോയിന്റിൽ ന്യൂട്രലൈസേഷൻ നടക്കുന്ന, കറക്റ്റ് ന്യൂട്രലൈസേഷൻ നടക്കുന്ന, ആസിഡിൻ്റെയും ബേസിൻ്റെയും കൃത്യം ക്വാണ്ടിറ്റി ഈക്വലൻ്റ് ആവുന്ന ആ ഒരു പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ് ന്യൂട്രലൈസേഷൻ പോയിന്റ്. ആ ന്യൂട്രലൈസേഷൻ പോയിന്റിൽ നമ്മൾ പറഞ്ഞു എത്രത്തോളം ആസിഡ് ഉണ്ടോ അതിന് ഈക്വലൻ്റ് ആയിട്ട് ആരും ഉണ്ടാവും, ബേസും ഉണ്ടാവും. ഈ ഒരു കൺസെപ്റ്റ് എന്നാണ് നമ്മൾ ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്ത് ഈ ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇത്രയും നമ്മൾ അറിഞ്ഞിരിക്കുക. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ആസിഡും ഒരു ബേസും തന്നിട്ടുണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് ആണ്, ഒന്ന് അൺനോൺ ആണെങ്കിൽ ഇവരെ രണ്ടുപേരെയും കൂടി നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കും. റിയാക്ട് ചെയ്യിപ്പിച്ച് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇവർ തമ്മിലുള്ള ന്യൂട്രലൈസേഷൻ നടക്കും. ആ ന്യൂട്രലൈസേഷൻ നടക്കുന്ന പോയിന്റിൽ നമ്മൾ നമ്മളുടെ ടൈട്രേഷൻ നിർത്തും. അതുകൊണ്ട് ആ ടൈട്രേഷൻ നമ്മൾ അവസാനിപ്പിക്കും. അതുകൊണ്ട് ആ ന്യൂട്രലൈസേഷൻ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡ് പോയിന്റ് ഓഫ് ദി ടൈട്രേഷൻ. എവിടെയാണോ നമ്മൾ റിയാക്ഷൻ നിർത്തേണ്ടത്, ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്തു, ന്യൂട്രലൈസേഷൻ ജസ്റ്റ് നടക്കുന്ന ആ ഒരു സ്പോട്ടിൽ നമ്മൾ ടൈട്രേഷൻ സ്റ്റോപ്പ് ചെയ്യും. ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡ് പോയിന്റ് ഓഫ് എ ടൈട്രേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങളടുത്ത് ഞാൻ ഇപ്പോൾ പറഞ്ഞു ഒരു ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്തിട്ട് ന്യൂട്രലൈസേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യണമെന്ന് അല്ലേ. നമുക്ക് എങ്ങനെ മനസ്സിലാവും ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്തു അവിടെ ന്യൂട്രലൈസേഷൻ നടന്നിട്ടുണ്ടെന്ന്? ആസിഡ് കണ്ടാലും ഒരു വാട്ടറിനെ പോലെ ഇരിക്കും, ബേസ് കണ്ടാലും വാട്ടറിനെ പോലെ ഇരിക്കും. ഇത് രണ്ടും റിയാക്ട് ചെയ്തു, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ന്യൂട്രലൈസേഷൻ നടന്നു എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ആണ് ഇൻഡിക്കേറ്റേഴ്സ്. ഒരു ടൈട്രേഷനിൽ ന്യൂട്രലൈസേഷൻ പോയിന്റ് റീച്ച് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡിക്കേറ്റേഴ്സ്. ഈ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പ്രത്യേകത, ഇൻഡിക്കേറ്റേഴ്സിന് ആസിഡിൽ ഒരു കളറും
ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് നമ്മൾ ആസിഡിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അത് ആസിഡിനെ ഒരു കളറുള്ള സൊല്യൂഷനാക്കി മാറ്റും. അതുപോലെ ബേസിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അത് ബേസിനെ വേറൊരു കളറുള്ള സൊല്യൂഷനാക്കി മാറ്റും. അപ്പോൾ ആസിഡിൽ ഒരു കളറും ബേസിൽ വേറെ കളറും ആയിരിക്കും ആര് കാണിക്കുക, ഇൻഡിക്കേറ്റേഴ്സ് കാണിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലൊരു ബേസ് ഉണ്ട്, അതിനകത്തൊരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തു, അതിലേക്ക് കുറേശ്ശെ ആസിഡ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് സ്വാഭാവികമായും ബേസിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ കളർ എന്താണോ അത് സ്വാഭാവികമായിട്ട് കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ ന്യൂട്രലൈസേഷൻ പോയിന്റിൽ ജസ്റ്റ് ബേസിക് കളറിന് നേരെ ആസിഡ് കളറിലേക്ക് റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. ആ ന്യൂട്രലൈസേഷൻ പോയിന്റിൽ എന്താ സംഭവിക്കുക, ആ ഒരു കളർ ചേഞ്ച് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു റിയാക്ഷൻ്റെ എൻഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ കുറച്ചും കൂടി വൃത്തിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു റിയാക്ഷൻ്റെ എൻഡ് പോയിന്റ്, ഒരു ടൈട്രേഷൻ റിയാക്ഷൻ്റെ എൻഡ് പോയിന്റ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന സബ്സ്റ്റൻസിൻ്റെ പേരാണ് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ സഹിതം പറയാം. ഒരു ഇൻഡിക്കേറ്ററിന് ഒരു എക്സാമ്പിളാണ് ഫിനോഫ്തലിൻ. ഇപ്പോൾ ഒരു നോർമൽ ഇൻഡിക്കേറ്റർ ഫിനോഫ്തലീൻ എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ യൂഷ്വലി നമ്മൾ ആസിഡ് ബേസ് ടൈട്രേഷനിൽ ഉപയോഗിക്കുന്നതാണ്. ഈ ഫിനോഫ്തലീൻ എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററിന് അത് ബേസിനകത്തേക്ക്, എൻ്റെ കയ്യിലുള്ള കുറച്ച് ബേസിലേക്ക് ഞാൻ ഒരു ഡ്രോപ്പ് ഫിനോഫ്തലീൻ ആഡ് ചെയ്താൽ അത് ആ ബേസിക് സൊല്യൂഷനെ മുഴുവൻ ഒരു പിങ്ക് കളർ സൊല്യൂഷനാക്കി മാറ്റും. ഓക്കെ, അതുപോലെ ആസിഡിലേക്കാണ് ഞാനൊരു ഡ്രോപ്പ് ഫിനോഫ്തലീൻ ആഡ് ചെയ്യുന്നതെങ്കിൽ അത് ആ സൊല്യൂഷന് പ്രത്യേകിച്ച് ഒരു കളറും ഉണ്ടാക്കില്ല, അതങ്ങനെ കളർലെസ് സൊല്യൂഷനായിട്ട് തന്നെ നിൽക്കും. ഓക്കെ, രണ്ട് നോട്ട് ചെയ്ത് വയ്ക്കാം. ഫിനോഫ്തലീൻ ബേസ് സൊല്യൂഷനിൽ എന്ത് കളറായിരിക്കും, പിങ്ക് കളറായിരിക്കും കാണിക്കുക. ആസിഡ് സൊല്യൂഷനിൽ അത് കളർലെസ് ആയിരിക്കും അല്ലേ. അപ്പോൾ എൻ്റെ കയ്യിലൊരു ബീക്കറുണ്ട്, ആ ബീക്കറിലേക്ക് ഞാൻ കുറച്ച് ബേസ് എടുത്തു, ബേസിനകത്തേക്ക് ഒരു ഡ്രോപ്പ് ഫിനോഫ്തലീൻ ആഡ് ചെയ്തു. അപ്പോൾ ഈ കളറ് എന്തായി മാറും, സൊല്യൂഷൻ്റെ കളറ് സ്വാഭാവികമായിട്ടും അത് പിങ്കായിട്ട് മാറും അല്ലേ. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറേശ്ശെ ആസിഡ് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആസിഡ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും ആസിഡിൽ ഫിനോഫ്തലീൻ കളർലെസ് ആണ് അല്ലേ. അപ്പോൾ കുറേശ്ശെ ആസിഡ് വരുന്നതിനനുസരിച്ച് ഈ ബേസിൻ്റെ പിങ്ക് കളറ് കുറേശ്ശെ കുറഞ്ഞു വരും. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ബേസിക് സൊല്യൂഷൻ്റെ പിങ്ക് കളറ് കംപ്ലീറ്റ് ആയിട്ട് പെട്ടെന്ന് ഡിസപ്പിയർ ആവും. ആ പോയിൻ്റാണ് നമ്മുടെ ന്യൂട്രലൈസേഷൻ പോയിന്റ്. ഒരു ബേസിക് കളറിന് ആസിഡ് കളറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിലാണ് ആ റിയാക്ഷൻ്റെ ന്യൂട്രലൈസേഷൻ സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ പോയിൻ്റാണ് ആ ടൈട്രേഷൻ്റെ എൻഡ് പോയിന്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത് വഴി, ഇങ്ങനെ ഒരു കളർ ചേഞ്ച് കാണിക്കുന്നത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഒരു ടൈട്രേഷൻ റിയാക്ഷൻ്റെ എൻഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ സാധിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളൊരു ടൈട്രേഷൻ റിയാക്ഷനിൽ നോർമലി ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഒരു ടൈട്രേഷൻ റിയാക്ഷൻ്റെ എൻഡ് പോയിൻ്റ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മളൊരു ടൈട്രേഷൻ റിയാക്ഷനിൽ നോർമലി ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻഡിക്കേറ്റേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഇൻഡിക്കേറ്റേഴ്സ് ഈ പറയുന്ന കളർ ചേഞ്ച് എല്ലാ സമയത്തൊന്നും കാണിച്ചോളണം എന്നില്ല. എല്ലാ സമയത്തും ഇൻഡിക്കേറ്റേഴ്സ് ഈ ഒരു പെർട്ടിക്കുലർ കളർ ചേഞ്ച് കാണിച്ചോളണം എന്നില്ല. ഒരു റിയാക്ഷൻ, ഒരു ആസിഡും ഒരു ബേസും റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ പി എച്ചിലായിരിക്കും ആ റിയാക്ഷൻ കടന്നു പോകുന്നുണ്ടാവുക അല്ലേ. ആസിഡിന് ഒരു പി എച്ച് ഉണ്ടാവും, ബേസിന് ഒരു പി എച്ച് ഉണ്ടാവും. ഇവർ പി എച്ച് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആസിഡ് സൊല്യൂഷന് ഒരു പി എച്ച് വാല്യൂ ഉണ്ടാവും, ബേസിക് സൊല്യൂഷന് ഒരു പി എച്ച് വാല്യൂ ഉണ്ടാവും. ഇവരെ രണ്ടുപേരെയും കൂടി മിക്സ് ചെയ്ത് ന്യൂട്രലൈസേഷൻ നടക്കുന്ന സമയത്ത് പി എച്ച് വാല്യൂ എത്രയായിരിക്കും, 7 ആയിരിക്കും അല്ലേ. ആസിഡ് നമുക്കറിയാം 7ൽ താഴെയായിരിക്കും ആസിഡിൻ്റെ പി എച്ച് വാല്യൂ, ബേസിൻ്റെത് 7ൽ മുകളിലായിരിക്കും പി എച്ച് വാല്യൂ. ഓക്കെ, അപ്പോൾ ഇവരെ രണ്ടുപേരെയും മിക്സ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആസിഡിൻ്റെ പി എച്ച് കൂടി 7-ലെത്താൻ ശ്രമിക്കും, ബേസിൻ്റെ പി എച്ച് കുറഞ്ഞ് 7-ലെത്താൻ ശ്രമിക്കും. ന്യൂട്രലൈസേഷൻ പോയിന്റിൽ ആ സൊല്യൂഷൻ്റെ പി എച്ച് 7 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു പെർട്ടിക്കുലർ പി എച്ച് റേഞ്ചിൽ കൂടെ നമ്മുടെ റിയാക്ഷൻ ഇങ്ങനെ കടന്നു പോവുകയാണ്. ആസിഡ് 7ൽ താഴെയുള്ള വാല്യൂ ആണ്, അത് 7ലേക്ക് കൂടി 7-ൽ വന്ന് നിൽക്കും. ബേസ് 7ൻ്റെ മുകളിലാണ് പി എച്ച്, സോ കുറഞ്ഞ് 7ലേക്ക് എത്താൻ ശ്രമിക്കും. അപ്പോൾ മൊത്തം റിയാക്ഷൻ്റെ പി എച്ച് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ വരും. ആസിഡിൻ്റെ അവിടുന്ന് കൂടി 7ലേക്കും ബേസിൻ്റെ അവിടുന്ന് കുറഞ്ഞ് 7ലേക്കും. അപ്പോൾ മൊത്തം ആ ഒരു പെർട്ടിക്കുലർ പി എച്ചിൻ്റെ ഉള്ളിലാണ് ആ ഒരു റിയാക്ഷൻ നടക്കുന്നത് അല്ലേ. അപ്പോൾ 5 ആസിഡെങ്കിൽ ബേസ് 11 ആണെങ്കിൽ ഈ 11ൻ്റെയും 5ൻ്റെയും ഇടയ്ക്കാണ് ആ റിയാക്ഷൻ നടക്കുന്നത്. 11 കുറഞ്ഞ് 7-ലെത്താൻ ശ്രമിക്കും, 5 കൂടി 7-ലെത്താൻ ശ്രമിക്കും. സോ ഈ ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ ഇത്രയും പി എച്ച് വാല്യൂവിൻ്റെ ഇൻ ബിറ്റ്വീനാണ് ഈ ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ പി എച്ച് വാല്യൂവിൽ ചേഞ്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻഡിക്കേറ്ററിന് കളർ ചേഞ്ച് കൃത്യമായിട്ട് കാണിക്കണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ പി എച്ച് റേഞ്ചിൻ്റെ ഉള്ളിലായിരിക്കണം റിയാക്ഷൻ. ഇന്ന പെർട്ടിക്കുലർ റേഞ്ചിലുള്ള ഒരു റിയാക്ഷനിൽ മാത്രമേ ഒരു ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ഫിനോഫ്തലിൻ്റെ
കളർ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു. ബേസിൽ എന്ത് കളറാണ്? പിങ്ക് കളറാണ്. ആസിഡിൽ കളർലെസ് ആണെന്നും നിങ്ങളടുത്ത് പറഞ്ഞു. ഈ ബേസിൽ പിങ്ക് കളർ, ആസിഡിൽ കളർലെസ് എന്ന് പറയുന്ന ഈ ഒരു കളർ ചേഞ്ച് കാണിക്കണമെങ്കിൽ ആ ഫിനോഫ്തലീൻ ഉപയോഗിക്കുന്ന റിയാക്ഷൻ്റെ pH എന്ന് പറയുന്നത് 8.3 മുതൽ 10 വരെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കണം. ഈ ഒരു pHൻ്റെ ഉള്ളിലാണ്, നേരത്തെ നമ്മൾ പറഞ്ഞു റിയാക്ഷൻ pH വാല്യൂൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു. ഈ ഒരു pH വാല്യൂൻ്റെ ഉള്ളിലാണ് നമ്മളുടെ റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ടൈട്രേഷനിൽ ഇൻഡിക്കേറ്ററായിട്ട് ഫിനോഫ്തലീനെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, എത്ര മുതൽ എത്ര വരെ വരണം റിയാക്ഷൻ്റെ pH റേഞ്ച് എന്ന് പറയുന്നത്? 8.3 മുതൽ 10ൻ്റെ ഉള്ളിൽ വരെ pH ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫിനോഫ്തലീൻ ബേസിൽ പിങ്കും ആസിഡിൽ കളർലെസ് എന്ന് പറയുന്ന ഒരു കളർ ചേഞ്ച് നമുക്ക് കൃത്യമായിട്ട് വിസിബിൾ ആക്കി തരുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 8.3ൻ്റെ ഉള്ളിൽ മുതൽ 10ൻ്റെ ഉള്ളിൽ വരണം ആ ഒരു റിയാക്ഷൻ്റെ pH. അപ്പോൾ ഏത് പെർട്ടിക്കുലർ pH വാല്യൂവിൻ്റെ ഉള്ളിലാണോ ഒരു ഇൻഡിക്കേറ്റർ കൃത്യമായ കളർ ചേഞ്ച് നമുക്ക് കാണിച്ചു തരുന്നത്, ആ pH വാല്യൂവിൻ്റെ റേഞ്ചിനെ നമ്മൾ പറയുന്ന പേരാണ് pH റേഞ്ച് ഓഫ് ആൻ ഇൻഡിക്കേറ്റർ. ഏത് pHൻ്റെ ഉള്ളിലാണോ ഒരു ഇൻഡിക്കേറ്റർ കൃത്യമായ കളർ ചേഞ്ച് നമുക്ക് വിസിബിളാക്കി തരുന്നത്, ആ pH വാല്യൂവിൻ്റെ റേഞ്ചിനെ നമ്മൾ പറയുന്ന പേരാണ് pH റേഞ്ച് ഓഫ് ആൻ ഇൻഡിക്കേറ്റർ. ഓൾറെഡി നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞു ഫിനോഫ്തലീൻ ആ കളർ ചേഞ്ച് കാണിക്കുന്നത് 8.3നും 10നും ഇടയ്ക്ക് pH ഒരു റിയാക്ഷനിൽ വരുമ്പോൾ മാത്രമാണ്. അപ്പോൾ അങ്ങനത്തെ റിയാക്ഷനിൽ മാത്രമേ ഫിനോഫ്തലീൻ ഉപയോഗിച്ച് നമുക്ക് കൃത്യമായിട്ട് എൻഡ് പോയിൻ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഫിനോഫ്തലീൻ്റെ pH റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? 8.3 to 10 ആണ്. കാരണം ആ ഒരു pH റേഞ്ചിൻ്റെ ഉള്ളിൽ റിയാക്ഷൻ വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഫിനോഫ്തലീൻ ഈ പറയുന്ന കളർ ചേഞ്ച് നമുക്ക് വിസിബിളാക്കി തരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജസ്റ്റ് തിയറി ആയിട്ട് പറയാനുള്ളത്. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് പറയാം, നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇൻഡിക്കേറ്റർ എന്താണെന്ന് നിങ്ങളടുത്ത് പറഞ്ഞു, ഇൻഡിക്കേറ്ററിൻ്റെ pH റേഞ്ച് പറഞ്ഞു, സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്താ, അൺനോൺ സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു, അതിന് മുമ്പ് വോളിയോമെട്രിക് അനാലിസിസ് എന്താണ്, ടൈട്രേഷൻ എന്താണെന്നും പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ റിയാക്ഷൻ നടത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് അപ്പാരറ്റസ് ഉണ്ട്. കുറച്ച് അപ്പാരറ്റസ് എന്ന് പറയുന്നത് നമ്മൾ ആസിഡും എടുക്കുന്നുണ്ട് ബേസും എടുക്കുന്നുണ്ട് നിങ്ങളടുത്ത് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ലാബിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആസിഡും തരും അതുപോലെ ബേസും തരും. ഒരു സ്റ്റോപ്പ് ബോട്ടിലിനകത്താക്കിയിട്ടാണ് നിങ്ങൾക്ക് ആസിഡും ബേസും പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ബേസസ് നോർമലി ഒരു ബീക്കറിനകത്തേക്ക് നിങ്ങൾ മാറ്റുക, ആസിഡ് ഒരു സ്റ്റോപ്പ് ബോട്ടിലിനകത്തും തരും. നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ടൈട്രേഷൻ റിയാക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന 1-2 അപ്പാരറ്റസ് നമുക്കൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം. ഒന്ന് ഒരു ബ്യൂററ്റാണ്. ബ്യൂററ്റ് ഒരു ലോങ് സിലിണ്ടർ, ചെറിയൊരു ട്യൂബ് പോലത്തെ ഒരു അപ്പാരറ്റസ് ആണ്. അതിൻ്റെ അറ്റത്ത് ഒരു നോസിൽ കാണും, അത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഇവിടെ ഒരു നോബും ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് നോർമലി നമ്മൾ ലാബിൽ 50 ml ഗ്രാജുവേഷനുള്ള ഒരു ഗ്രാജുവേറ്റഡ് ട്യൂബാണ് ബ്യൂററ്റ്. 50 ml ആണ് മൊത്തം അതിനകത്ത് കൊള്ളുന്നത്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ നോർമലി ആസിഡ് ഫില്ല് ചെയ്യാറ്. ബ്യൂററ്റിനകത്താണ് നമ്മൾ ആസിഡ് എടുക്കുക. അതുപോലെ ബേസ് എടുക്കാൻ, ബേസ് നമ്മൾ നോർമലി ഒരു കോണിക്കൽ ഫ്ലാസ്കിനകത്താണ് നമ്മൾ ടൈട്രേഷൻ ചെയ്യുമ്പോൾ ബേസ് എടുക്കുന്നത്. ആ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് നമ്മൾ പറഞ്ഞു, നമ്മൾ ഓൾറെഡി കൃത്യമായ വോള്യം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ റിയാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റൂ. കാര്യം വോള്യം മെഷർ ചെയ്തുകൊണ്ട് നടത്തുന്ന അനാലിസിസ് ആണ്. അതിനാണ് നമ്മളിവിടെ ഗ്രാജുവേഷനുള്ള പ്യൂററ്റ് ഉപയോഗിച്ചത്, എത്ര ml ആസിഡ് ഉപയോഗിക്കുന്നുണ്ട് എന്നറിയാൻ. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ബേസ്, കൃത്യം ബേസ് എടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് ആണ് പിപ്പറ്റ്. 20 ml പിപ്പറ്റാണ് നോർമലി നമ്മൾ ലാബിൽ യൂസ് ചെയ്യുക. അങ്ങനെ പിപ്പറ്റ് ഉപയോഗിച്ച് ഒരു കറക്റ്റ് 20 ml ബേസ് നമ്മൾ ഈ കോണിക്കൽ ഫ്ലാസ്കിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ഒരു ഡ്രോപ്പ് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യും. അതിനുശേഷം ബ്യൂററ്റ് എന്ന് ആസിഡ് കുറേശ്ശെ ഈ കോണിക്കൽ ഫ്ലാസ്കിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ തുടങ്ങും. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ബേസിൻ്റെ കളറ് മാറി ആസിഡ് കളറ് ജസ്റ്റ് അപ്പിയർ ചെയ്യുന്ന ആ പോയിൻറ്റിനെയാണ് നമ്മൾ എൻഡ് പോയിൻ്റ് എന്ന് പറയുക. അവിടെ നമ്മൾ റിയാക്ഷൻ നിർത്തും. അപ്പോൾ നമ്മൾ ബ്യൂററ്റിൽ നിന്ന് ഇങ്ങനെ കുറേശ്ശെ സൊല്യൂഷൻ ഈ ഒരു നോബിൽ കൂടെ നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കളർ ചേഞ്ച് വരും. അപ്പം നമ്മളിവിടെ ഈ നോസിൽ തിരിച്ച് ആ റിയാക്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ആ സമയത്ത് എത്രയാണോ ആസിഡിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത്, നമുക്കിവിടെ ഈ ഗ്രാജുവേറ്റഡ് സിലിണ്ടറിൽ നമുക്ക് മാർക്കിംഗ് ഉണ്ട്. ആ മാർക്കിംഗ് നോക്കിയാൽ നമുക്കറിയാം എത്ര ml നമ്മൾ യൂസ് ചെയ്തു എന്ന്. ആ വോള്യം നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. ആ വോള്യമാണ് വോള്യം ഓഫ് ദി ആസിഡ്. അതുപോലെ ബേസിൻ്റെ വോള്യം എന്ന് പറയുന്നത് പിപ്പറ്റിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. കൃത്യം എത്ര ml പിപ്പറ്റാണ് നമ്മൾ ഉപയോഗിച്ചത്? 20 ml പിപ്പറ്റാണ് നമ്മൾ ഉപയോഗിച്ചത്. ആ 20 ml ആണ് വോള്യം ഓഫ് ദി ബേസ്. ഇനി ആസിഡിൻ്റെ നോർമാലിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് കരുതുക. ആസിഡിൻ്റെ നോർമാലിറ്റി
നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ആ ആസിഡിൻ്റെ നോർമാലിറ്റി നമുക്ക് നോർമാലിറ്റി ഓഫ് ആസിഡ് Na എന്ന് എഴുതാം. ബേസിൻ്റെ നോർമാലിറ്റിയാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് NB, നോർമാലിറ്റി ഓഫ് ദി ബേസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ടൈട്രേഷൻ ചെയ്യുമ്പോൾ കിട്ടും. എന്തൊക്കെ കിട്ടും? വോളിയം ഓഫ് ദി ആസിഡ് നമുക്ക് ബ്യൂററ്റ് എന്ന് കിട്ടും അല്ലേ? ബ്യൂററ്റിൽ എത്ര ml ആസിഡ് ഉപയോഗിച്ചു എന്നുള്ളത് ബ്യൂററ്റ് എന്ന് കിട്ടും. വോളിയം ഓഫ് ദി ബേസ് നമ്മൾ പിപ്പറ്റ് ഉപയോഗിച്ച് 20 ml ആണ്, 20 ml പിപ്പറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വോളിയം ഓഫ് ദി ബേസ് 20 ml. നോർമാലിറ്റി ഓഫ് ദി ആസിഡ് അഥവാ ആസിഡിൻ്റെ നോർമാലിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വാല്യൂ ഇവിടെ എഴുതും. ഇപ്പോൾ തന്നിട്ടുണ്ട് എന്ന് കരുതുക, ഒരു 0.1 നോർമലാണെന്ന് കരുതുക, 0.1 എഴുതി. ഇനി നോർമാലിറ്റി ഓഫ് ബേസ് ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. നോർമാലിറ്റി ഓഫ് ബേസ് നിങ്ങൾക്ക് അറിയില്ല, അത് നിങ്ങൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ വോളിയോമെട്രിക് അനാലിസിസിൽ നിങ്ങൾക്ക് വോളിയം ഓഫ് ദി ആസിഡ്, വോളിയം ഓഫ് ദി ബേസ്, നോർമാലിറ്റി ഓഫ് ദി ആസിഡ്, നോർമാലിറ്റി ഓഫ് ദി ബേസ് ഈ കാര്യങ്ങളൊക്കെ അറിയുമെങ്കിൽ നമുക്കറിയാം നമ്മൾ ഈ റിയാക്ഷൻ എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്? ന്യൂട്രലൈസേഷൻ പോയിൻറ്റിലാണ്. ന്യൂട്രലൈസേഷൻ പോയിൻറ്റിൽ എത്ര ആസിഡ് ഉണ്ടോ അതിന് ഈക്വലൻ്റായിട്ട്, അതിന് ഈക്വലൻ്റായിട്ട് ആരും ഉണ്ടാവും? ബേസും ഉണ്ടാവും. അതല്ലേ ന്യൂട്രലൈസേഷൻ പോയിൻ്റ് എന്ന് പറയുന്നത്? എത്ര ആസിഡ് ഉണ്ടോ അതിന് ഈക്വലൻ്റായിട്ട് ആരും ഉണ്ടാവും? ബേസും ഉണ്ടാവും. ആ കൺസെപ്റ്റ് എന്നാണ് നമ്മൾ ഇനി നോർമാലിറ്റി ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. എത്ര ആസിഡ് ഉണ്ടോ അതിന് ഈക്വലൻ്റായിട്ട് ബേസും ഉണ്ടാവും എന്ന് പറഞ്ഞു. അതിൽ നിന്ന് നമ്മൾ നോർമാലിറ്റി ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാണ്. ദാറ്റ് മീൻസ് ന്യൂട്രലൈസേഷൻ പോയിൻറ്റിൽ, അറ്റ് ന്യൂട്രലൈസേഷൻ പോയിൻറ്റ് normality of acid into volume of the acid is equal to normality of the base into volume of the base. ഈ ഇക്വേഷൻ ആണ് നോർമാലിറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ബേസിൻ്റെ അല്ലെങ്കിൽ അറിയാത്ത സൊല്യൂഷൻ്റെ നോർമാലിറ്റി കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഏത് കൺസെപ്റ്റ് നിന്നാണ് നമ്മൾ ഈ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തെടുത്തത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു ന്യൂട്രലൈസേഷൻ പോയിൻറ്റിൽ വോളിയം ആസിഡ് എത്രയുണ്ടോ അതിന് ഈക്വലൻ്റായിട്ട് ആരും ഉണ്ട്? ബേസും ഉണ്ട് എന്ന് പറഞ്ഞു. ആ ഒരു കൺസെപ്റ്റ് എന്നാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തെടുത്തത്. ഈ ഒരു കൺസെപ്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് വോളിയോമെട്രിക് അനാലിസിസ്. എൻ പോയിൻറ്റിനകത്ത് എത്ര ക്വാണ്ടിറ്റി ആസിഡ് ഉണ്ടോ അതിന് ഈക്വലൻ്റായിട്ട് ആരും ഉണ്ടാവും? ബേസും ഉണ്ടാവും. അതിൽ നിന്നാണ് നമ്മൾ ഈ നോർമാലിറ്റി ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തെടുത്തത്. ഓക്കെ, ഇപ്പോൾ നോർമാലിറ്റി ഓഫ് ആസിഡ് നമുക്കറിയാം, നമുക്ക് തന്നിട്ടുണ്ട്. വോളിയം ഓഫ് ദി ആസിഡ് നമുക്ക് ബ്യൂററ്റ് എന്ന് കിട്ടും. നോർമാലിറ്റി ഓഫ് ബേസ് നമുക്ക് അറിയില്ല, നമ്മൾ കണ്ടുപിടിക്കണം. വോളിയം ഓഫ് ദി ബേസ് നമ്മൾ 20 ml പിപ്പറ്റ് ഉപയോഗിച്ച് 20 ml ബേസാണ് എടുത്തത്. സോ വോളിയം ഓഫ് ദി ബേസ് 20. ഇതിൽ നിന്ന് നമുക്ക് ഈസിലി എന്ത് കണ്ടുപിടിക്കാം? നോർമാലിറ്റി ഓഫ് ദി ബേസ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ പറഞ്ഞു നോർമാലിറ്റി ഇക്വേഷൻ. ഇതിനെയാണ് പറയുന്നത് എത്ര ക്വാണ്ടിറ്റി ആസിഡ് ഉണ്ടോ അത്രയും കറസ്പോണ്ടിങ് ആയിട്ട് ബേസ് ഉണ്ട് എന്നുള്ളതിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് വോളിയോമെട്രിക് അനാലിസിസ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലാബ് സെഷനിൽ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ സ്ലൈഡിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ വോളിയോമെട്രിക് അനാലിസിസിൽ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത് താഴെ ഒരു കോണിക്കൽ ഫ്ലാസ്കും മുകളിൽ ഒരു ബ്യൂററ്റുമാണ്. ആ ബ്യൂററ്റിൻ്റെ നോബാണ് കാണുന്നത്. ബ്യൂററ്റിൽ നിന്ന് കുറേശ്ശെ ആസിഡ് ആഡ് ചെയ്യാണ് കോണിക്കൽ ഫ്ലാസ്കിലേക്ക്. കോണിക്കൽ ഫ്ലാസ്കിലെ ബേസാണ് എടുത്തിരിക്കുന്നത്. ആ ബേസിനകത്ത് ഒരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത ഒരു കളേർഡ് സൊല്യൂഷനാണ് ആ കോണിക്കൽ ഫ്ലാസ്കിനകത്ത് നമ്മൾ കാണുന്നത്. അതിലേക്ക് കുറേശ്ശെ ബ്യൂററ്റിൽ നിന്ന് ആസിഡ് ആഡ് ചെയ്യാണ്. അപ്പോൾ ഇത് എല്ലാം നമ്മൾക്ക് യൂസ് ചെയ്യുന്ന എല്ലാ ഗ്ലാസ് വെയേഴ്സും ഇതിനകത്തുണ്ട്. ഫസ്റ്റ് എ നോക്കുക, എനകത്ത് കോണിക്കൽ ഫ്ലാസ്ക് ഉണ്ട്, അതിൽ ബേസ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പിപ്പറ്റ് 20 ml പിപ്പറ്റ് എടുത്ത് അതിൽ നിന്ന് നേരെ ബേസ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പിപ്പറ്റ് നിങ്ങൾക്ക് കാണാം. രണ്ടാമത്തെ സെറ്റ് ബി നോക്കുക, ബിയിലേക്ക് നമ്മളുടെ കോണിക്കൽ ഫ്ലാസ്കിലിരിക്കുന്ന ആ ബേസിനകത്തേക്ക് ഒരു ഡ്രോപ്പർ ഉപയോഗിച്ച് ഒരു ഡ്രോപ്പ് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തു. ഒരു പെർട്ടിക്കുലർ കളർ വന്നു സൊല്യൂഷന്. മൂന്നാമത്തെ സി നോക്കുക, സിയിലേക്ക് ആ ബേസിന് കോണിക്കൽ ഫ്ലാസ്കിലിരിക്കുന്ന ബേസിലേക്ക് നമ്മൾ ബ്യൂററ്റെന്ന് കുറേശ്ശെ ആസിഡ് അതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. ഡി നോക്കുക, ആ ഒരു കളർ ചേഞ്ച് അവിടെ കണ്ടു അല്ലേ? ഇപ്പുറത്ത് ബ്ലൂ ഒരു കളറിലാണ് കാണിച്ചിരിക്കുന്നത്, ഇപ്പുറത്ത് ഒരു പിങ്ക് കളർ കാണിച്ചിട്ടുണ്ട്. കളർ ചേഞ്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കാണിച്ചതാണ്. അപ്പോൾ ആ ഡിയിൽ ആ ഒരു കളർ ചേഞ്ച് വന്നു. അപ്പോൾ തന്നെ ബ്യൂററ്റിൻ്റെ നോബ് ക്ലോസ് ചെയ്തു. എത്ര വോളിയം ഉപയോഗിച്ചു എന്നുള്ളത് ആ ബ്യൂററ്റിലുള്ള മാർക്കിങ് നോക്കി നമ്മൾ കണ്ടുപിടിച്ചു. കൃത്യമായിട്ട് ആ മാർക്കിങ് നോക്കി കണ്ടുപിടിച്ചു, അത് നോട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നോർമലി ടൈട്രേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസ് വെയേഴ്സാണ് എത്രയും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വീണ്ടും ഒരു ബ്യൂററ്റും കൃത്യമായിട്ടൊരു പിക്ചറും കൂടെ തന്നോന്നേ ഉള്ളൂ. ബ്യൂററ്റ് സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്ത് വെക്കുന്നു. ആ ടൈട്രേറ്റ് നേരെ ബ്യൂററ്റിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളുടെ കോണിക്കൽ ഫ്ലാസ്ക്കാണ്. അതിൽ അനലൈറ്റ്, നമുക്ക് ഏതാണോ അനലൈസ് ചെയ്യേണ്ടത് ആ അനലൈറ്റാണ് താഴെ കോണിക്കൽ ഫ്ലാസ്കിൽ ഇരിക്കുന്നത്. വീണ്ടും കോണിക്കൽ ഫ്ലാസ്കിൻ്റെ ഒരു ഫിഗറും കൂടി തന്നിട്ടുണ്ട്. ഇത് ബ്യൂററ്റുള്ള ഗ്രാജുവേഷൻ നമ്മൾ എങ്ങനെയാണ് കൃത്യമായിട്ട് നോക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ബ്യൂററ്റുള്ള ഗ്രാജുവേഷൻ നോക്കുമ്പോൾ ആ ബ്യൂററ്റിൽ ഒരു മെനിസ്കസ് ലെവലിലായിരിക്കും വാട്ടർ ആ ബ്യൂററ്റ് ട്യൂബിനകത്ത് ഇരിക്കുന്നുണ്ടാവുക.
അതിൻ്റെ ലോവർ മെനിസ്കസ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തിരിക്കുന്ന ആ ലോവർ മെനിസ്കസ് ഏത് പോയിന്റിലാണോ ടച്ച് ചെയ്യുന്നത് ആ പോയിൻ്റാണ് നമ്മൾ വോളിയം എൻ പോയിൻ്റായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ പൊസിഷൻ ലെവൽ ആ ലിക്വിഡിൻ്റെ മെനിസ്കസായിട്ട് കറക്റ്റ് വരുന്ന രീതിയിൽ വെച്ചിട്ട് ലോവർ മെനിസ്കസ് ലെവലാണ് കറക്റ്റ് ആസിഡിൻ്റെ വോളിയമായിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ ഈ സ്ലൈഡ്, എട്ടാമത്തെ ഈ സ്ലൈഡിലാണ് നമ്മൾ എല്ലാ നോട്ടും കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. എന്താണ് വോളിയോമെട്രിക് അനാലിസിസ് എന്ന് പറഞ്ഞു. വോളിയോമെട്രിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനേഷൻ ഓഫ് വോളിയം ഓഫ് എ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ വിച്ച് ഇസ് യൂസ്ഡ് ടു റിയാക്ട് ക്വാണ്ടിറ്റേറ്റീവ്ലി വിത്ത് എ നോൺ വോളിയം ഓഫ് എ സൊല്യൂഷൻ ടു ബി എസ്റ്റിമേറ്റഡ് ഇസ് കോൾഡ് വോളിയോമെട്രിക് അനാലിസിസ് ആൻഡ് ദ പ്രോസസ് ഇസ് കോൾഡ് ടൈട്രേഷൻ. ഇനി സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്താ? ഓൾറെഡി ഞാൻ പറഞ്ഞു, ആരുടെ സൊല്യൂഷൻ, ഏത് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ആണോ നമുക്ക് അറിയുന്നത് ആ സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. N point, a point at which reaction is just complete during titration. ടൈട്രേഷനിൽ റിയാക്ഷൻ കംപ്ലീറ്റ് ആവുന്ന പോയിൻറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് എൻ പോയിൻറ്റ്. ഇൻഡിക്കേറ്റർ സബ്സ്റ്റൻസ് ആഡഡ് ടു ദ കോണിക്കൽ ഫ്ലാസ്ക് ടു നോ ദി എൻ പോയിൻറ്റ്. എൻ പോയിൻറ്റ് അറിയാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഡിക്കേറ്റർ. നമുക്ക് രണ്ട് ഇൻഡിക്കേറ്ററാണ് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് മീഥൈൽ ഓറഞ്ച് ആണ്, ഒന്ന് ഫിനോഫ്തലീൻ ആണ്. അപ്പോൾ മീഥൈൽ ഓറഞ്ച്, ഫിനോഫ്തലീൻ നമ്മൾ നേരത്തെ പറഞ്ഞു, പി എച്ച് റേഞ്ചും ഇൻഡിക്കേറ്റർ റേഞ്ചും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. മീഥൈൽ ഓറഞ്ചിൻ്റെ കളറ് ആസിഡിൽ ഓറഞ്ച് റെഡാണ്, ബേസിൽ ഗോൾഡൻ യെല്ലോ ആണ്. അപ്പോൾ അത് രണ്ടും ഞാൻ ആ ഒരു ടേബിളിൽ ജസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നോർമലി നമ്മൾ സാധാരണ രീതിയിൽ ലാബിൽ ഉപയോഗിക്കുന്ന രണ്ട് ഇൻഡിക്കേറ്ററും അതിൻ്റെ പി എച്ച് റേഞ്ചും അതിൻ്റെ കളറും ആണ് ഈ ഒരു ബോക്സിനകത്ത് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ലൈഡിലുള്ള ഇത്രയും കാര്യങ്ങൾ മാത്രം ഇന്ന് നോട്ട് എഴുതി വെച്ചാൽ മതി. അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ബാക്കി കാര്യങ്ങളും കൂടെ പറയാം. ഓക്കെ, താങ്ക് യു.